നമസ്കാരം. ഇത് മിന്നൽവള ടീമാണ്. എല്ലാവരും ഫേസ്ബുക്കിൽ കൂടെയൊക്കെ യൂട്യൂബിൽ കൂടെയൊക്കെ മിന്നൽവള ടീമിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവരെ നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. എൻ്റെ നാട്ടുകാരാണ്. ഞാൻ കുട്ടന്തുരുത്ത്, ഇവർ തൊട്ടിപ്പുറം വന്നം. ഇതാണ് മിന്നൽവള സ്ക്രിപ്റ്റ് റൈറ്റർ. ഇത് സ്വയം പരിചയപ്പെടുത്തി. പേര്? എൻ്റെ പേര് റഷീദ്. അബ്ദുൾ റഷീദ്. റഷീദൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. കണ്ടന്റിൻ്റെ മെയിൻ നെടുന്തൂണാണ് കേട്ടോ. ഓക്കെ. ഇത് സത്താർ. അതിൽ മിന്നൽവളയിൽ ഉള്ള പരിപാടികളൊക്കെ കാണാറുണ്ട്. എൻ്റെ ഒരു ശശാങ്കൻ ചേട്ടൻ. അപ്പോൾ ഇത് എൻ്റെ ഒരു സലീം. സലീം. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആവശ്യം പറഞ്ഞിട്ടാണ് മിന്നൽവള ടീമിൻ്റെ അടുത്ത് വന്നേക്കുന്നത്. കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവർ തീരുമാനം എടുത്തിട്ട് എന്നെ അറിയിക്കും. നമ്മൾക്ക് ഒരു കാര്യം പറയാം, പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ കലാകാരൻ ഞങ്ങളെയൊക്കെ അന്വേഷിച്ച് വരാമെന്ന് പറയുന്നത് അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അതിൽ ഞങ്ങൾ വലിയ സന്തോഷവാന്മാരാണ്. കാരണം ഞങ്ങളെക്കാൾ മുൻപും വളരെയേറെ പ്രശസ്തനും പ്രഗത്ഭനായ ഒരു കലാകാരൻ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു പ്രത്യേക ഊർജ്ജം പകരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതെ അതെ. അല്ല, ഇദ്ദേഹത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഉണ്ട്. കുട്ടന്തുരുത്ത് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ്. വലിയ കലാകാരൻ. ഒരു ഫിലിം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയേക്കാൾ സുന്ദരൻ. ഒരു വലിയ സംരംഭം, ഒരു വലിയ തുടക്കമായിരുന്നു. അങ്ങനെ ഒരു വലിയ കലാകാരൻ ഇദ്ദേഹത്തെ ഞങ്ങളിലൂടെ ഒന്നുകൂടി ഞങ്ങൾ പരിചയപ്പെടുത്തി. അവിടെ നാട്ടുകാരുണ്ട്, ചങ്കുകളാണ്. ഞാൻ ഇവരുടെ ഒരു കൂട്ടായ്മയും ഇവരുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായി എൻ്റെ മനസ്സിൽ ഇങ്ങനെ അവരെ കാണണം എന്നൊരു തോന്നൽ. അതിനൊപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് ചിന്തകളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ധരിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും മിന്നൽവള ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ക്യാമറ ചെയ്യുന്ന വലിയ കലാകാരനെ ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? ജിബി. പുള്ളിയാണ് ഇതിൻ്റെ എല്ലാം ആളിനാളായിട്ട് നിൽക്കുന്നത്. പുള്ളിയാണ്. അപ്പോൾ എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. പുള്ളിയുടെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ശരി, എല്ലാം അടിപൊളിയാവട്ടെ കേട്ടോ. സൂപ്പറാവും. നിർത്തിക്കളയരുത്, പൊളിക്കുക.